പെൺകുട്ടികൾ വിവാഹം വൈകിപ്പിക്കുകയും അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കുകയും ചെയ്യുന്നത് ഇന്ന് പതിവായിട്ടുള്ള ഒരു രീതിയായിട്ട് മാറിയിട്ടുണ്ട്. ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാനില്ല എന്നുള്ള പരാതിയുമാണ്. വിവാഹ പേടി അഥവാ ഗാമോഫോബിയ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് പറയാമെങ്കിലും പ്രധാനമായിട്ടും 3 കാരണങ്ങൾ കൊണ്ടാണ് പല പെൺകുട്ടികളും എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ വിവാഹത്തിനോട് നോ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, അവര് എൻജോയ് ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട്, അവർക്കൊരു ജോബ് ഉണ്ട്. അപ്പൊ അവർ എൻജോയ് ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡൻസ്, ഫുഡ് കഴിക്കാനും അല്ലെങ്കിൽ ഫിലിമിന് പോകാനും ഫ്രണ്ട്സിനൊപ്പം എൻജോയ് ചെയ്യാനും ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു ഇൻഡിപെൻഡന്റ് നേച്ചർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യമാണ്. അവരുടെ ഫ്രീഡത്തിലൊക്കെ ഒരു കുരുക്ക് വീഴുമോ എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ക്യാരക്ടറിനെ ഭയന്നിട്ടാണ്. ഇന്ന് കാണുന്ന സിറ്റുവേഷൻസും അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലുള്ള വ്യക്തിയാണ് തനിക്കൊപ്പം വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ക്യാരക്ടർ വളരെ മനോഹരമാണ് അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കാണിച്ച് തന്നെ വ്യക്തികളെ ഇംപ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സൊസൈറ്റി അവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന റെസ്പോൺസിബിലിറ്റീസിനെ സംബന്ധിച്ചിട്ടാണ് അവർ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നത്. അതായത് ആ ഒരു റെസ്പോൺസിബിലിറ്റി അവരുടെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അവർക്ക് അവരുടെ കരിയറിന്റെ മേലെയുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും, വീട്ടിലുള്ള ഹൗസ് ഹോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും. എല്ലാം ഒരുപോലെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സൊസൈറ്റൽ പ്രഷറും അതിനൊരു കാരണമാണ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് കിട്ടുമെന്ന് ഉറപ്പ് വന്നത് ഉറപ്പായിട്ടും അവര് വിവാഹത്തോടൊക്കെ എസ് തന്നെ ആയിരിക്കും പറയാൻ പോകുന്നത്. സോ അവരെ പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക.